കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യരോട് അരുളി ചെയ്തു, എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പീഡിപ്പിക്കുകയും പിടികൂടുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെ മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്കത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുത്തു നിൽക്കുവാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രാദികൾ എന്നിവർ പോലും നിങ്ങളെ ഒറ്റുകൊടുക്കും. അവർ നിങ്ങൾ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയുടെ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നേടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുന്ന പല ഭാഗങ്ങളും പീഡനത്തെ പറ്റിയും അല്ലെങ്കിൽ അവസാന നാളുകളെ പറ്റിയിട്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഒരു പക്ഷേ ഇന്ന് വായിച്ചു കേട്ട ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ആ പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയ ഒരാൾ തന്നെയാണ് ഈ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. കാരണം കർത്താവ് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന, അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു സഹനങ്ങളെ, വേദനകളെ പറ്റി അവരോരോരുത്തരോടും പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ഭാഗം എത്രത്തോളം ആശങ്കയോടുകൂടി നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോൾ ഇപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഒരു സാക്ഷി നൽകാൻ എന്നോട് പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മേഖലയാണ് ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, എത്രത്തോളം ആ ഒരു സ്നേഹത്തിന് ഞാൻ പൂർണ്ണത വരുത്തുന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയുക. കാരണം ഈശോയുടെ കൂടെ അത്രത്തോളം ശിഷ്യരും അല്ലെങ്കിൽ ആ ഒരു ജനക്കൂട്ടം പിന്തുടരുന്നപ്പോഴും ശിഷ്യരായിട്ട് മാറിയത് ഏതാനും കുറച്ച് പേര് മാത്രമാണ്. അവരുടെ ജീവിതം പിന്നീട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം പൂർണ്ണമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരോരോരുത്തരും ക്രിസ്തുവിനെ സാക്ഷ്യം നൽകാൻ വേണ്ടി സുജീവൻ തന്നെ നൽകിയത് പിന്നീട് നമ്മൾ ഓരോ ഭാഗങ്ങളിലും കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആത്മീയ തലത്തിൽ പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു പീഡനങ്ങളിലേക്കോ വേദനകളിലേക്കോ അപ്പുറത്തോട്ട് നമ്മുടെ ജീവിതം കൊണ്ട് പലപ്പോഴും സാക്ഷ്യം നൽകാനെങ്കിലും തമ്പുരാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ, നമ്മളായിരിക്കുന്ന ഏതൊരു ഇടങ്ങളിലായിക്കൊള്ളട്ടെ, അവിടത്തെ പ്രഘോഷിക്കാനും അവിടത്തേക്ക് സാക്ഷ്യം നൽകുവാനും എൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഓർക്കാം. കാരണം പലപ്പോഴും രക്തച്ചൊരിച്ചിലിനപ്പുറത്തോട്ട് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ഒരു നാമത്തെ പ്രതി നമ്മൾ പലപ്പോഴും ഒറ്റപ്പെടലുകളും പീഡനങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും ഇപ്പോഴും തിരിച്ചറിയുന്ന ഒരു കാര്യം, ആ ഒരു സ്നേഹത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ അവന് വേണ്ടി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ ഇത്രയേറെ പീഡനങ്ങളും സഹനങ്ങളെ പറ്റി തമ്പുരാൻ പറയുന്നുണ്ടെങ്കിലും തമ്പുരാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശയോടുകൂടി ആയിരിക്കുവൻ. കാരണം സങ്കീർത്തകൻ നമ്മുടെ ജീവിതത്തിലേക്ക് ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്രത്യാശയോടുകൂടി ആയിരിക്കും, നിരാശയോടുകൂടി ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതം കൂപ്പുകുത്തല്ലേ എന്ന്. അതുകൊണ്ട് തന്നെ ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു കാര്യം, എത്രത്തോളം പീഡനങ്ങളും സഹനങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൻ്റേതായിട്ടുള്ള എത്രയേറെ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എപ്പോഴും തിരിച്ചറിയേണ്ടത് തമ്പുരാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. പഴയ കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ ആദ്യമേ ക്രിസ്ത്യാനികൾ അടിമത്തത്തിലൂടെയും പീഡനങ്ങളിലും അല്ലെങ്കിൽ മതപീഡനങ്ങളും കടന്നു പോയപ്പോൾ അത്രത്തോളം അവർ ഓരോരുത്തരും ഒരു രക്ഷകന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ആ രക്ഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ നാമത്തിലും ഓരോ ആൾക്കാരും, എനിക്ക് തോന്നുന്നു അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവരോരോരുത്തരുടെയും അവർ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. മാറാനാത്ത എന്ന് പലപ്പോഴും പറയുമ്പോഴും കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ എത്രയും വേഗം കടന്നു വരണമെന്ന് ആവർത്തിക്കുമ്പോൾ അവരെപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് അവർ ഈ പീഡനങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പിടിച്ചുയർത്താൻ വേണ്ടി ഒരു രക്ഷകൻ വരുമെന്നാണ്. അത്രത്തോളം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പൂർത്തീകരണത്തിലാണ് ദൈവത്തിന് ഒരു പേര് വേണമെന്ന് പറയുമ്പോൾ ഇമ്മാനുവേൽ എന്നൊരു പേര് കടന്നു വരുന്നത്. ദൈവം നമ്മോടുകൂടെ. അത്രത്തോളം ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക്
ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിൽ, ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിൽ ദൈവം നമ്മോട് കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിലാണെങ്കിലും അനുബന്ധ കൂദാശകളിലാണെങ്കിലും ആ ഒരു ഉറപ്പും പ്രത്യാശയും എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ, അവരിന്നും എൻ്റെ കൂടെയുണ്ടെങ്കിൽ തിരിച്ചറിയുക, എത്രത്തോളം വേദനകളിലും സഹനങ്ങളിലും പീഡകളിലും നമ്മൾ പോയാലും, അല്ലെങ്കിൽ അവന് വേണ്ടി സാക്ഷി നൽകുന്ന ഓരോ നിമിഷത്തിലും എൻ്റെ ജീവിതം ഇടപെടലിൽ പോയാലും എപ്പോഴും തിരിച്ചറിയേണ്ടത് അവൻ എന്നെ കൈവിടില്ല എന്നുള്ള കാര്യമാണ്. കാരണം ആ ഒരു ഭാഗത്തിലാണെങ്കിലും ഏറ്റവും അവസാനം പറയുന്നുണ്ട്, നിന്റെ ഒരു മുടിയിഴ പോലും സ്പർശിക്കാൻ അവർക്ക് ആർക്കും സാധിക്കില്ല. അത്രമേൽ ധൈര്യം എനിക്ക് തമ്പുരാൻ പകരുന്നുണ്ടെങ്കിൽ, അത്രമേൽ ആത്മവിശ്വാസം എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്രയൊക്കെ പീഡനങ്ങളും സഹനങ്ങളിലും ഏറ്റുവാങ്ങിയാലും തമ്പുരാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.